എത്ര പേര് ഈ കാര്യം വിശ്വസിക്കും എന്നൊന്നും എനിക്കറിയില്ലേ. കണ്ണനെക്കുറിച്ചുള്ള ഒരു അനുഭവകഥയാട്ടോ. നിങ്ങളൊക്കെ കുമ്മനം രാജശേഖരേട്ടനെ അറിയില്ലേ? അപ്പം രാജേട്ടനെ ഞാനൊരു ഫോട്ടോ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജേട്ടൻ എന്നോട് ചോദിച്ചു, ഫോട്ടോക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കോഴിക്കോടുള്ള 1-2 ആൾക്കാരിങ്ങനെ മേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഗുരുവായൂർ എന്താ അയ്യപ്പ സ്റ്റോറോ അങ്ങാണ്ടുണ്ട്, അവിടെ പോയി രാജേട്ടൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി, നീ 2 ഫോട്ടോ വരച്ച് അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ ഒരു സമയത്തൊക്കെ ഒരു 5 പൈസ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിലാട്ടോ ഈ രാജേട്ടൻ എന്നോടിങ്ങനെ പറയുന്നത്. അങ്ങനെ ഞാൻ നാഷണൽ ഗ്ലാസ് മാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കടം മേടിച്ച് ഫോട്ടോ വരച്ച് ഫ്രെയിം ചെയ്തതും ഇതിൻ്റെ പൈസയും ഞാൻ അവിടെ കടം പറഞ്ഞു പോന്ന് ഫോട്ടോ ഒക്കെ ഞാൻ റെഡിയാക്കിയെടുത്ത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഏതൊരു ഫോട്ടോ സെയിൽ ചെയ്യുന്ന സമയത്തും ഒരു തുക കണ്ണന് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ മാറ്റി വെച്ച ഒരു 350-400 രൂപ എങ്ങാനും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് പോകുന്ന സമയത്ത് ഗുരുവായൂർ അവിടെ എന്താ പറയുക, ഭണ്ഡാരത്തിലിടാമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തുണ്ട് കൊയിലാണ്ടിയിലെ. അപ്പം ആ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ ഗുരുവായൂർ പോയി വരണം, ഫോട്ടോ അവിടെ സെയിലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം അവൻ എനിക്ക് 5000 രൂപ എടുത്തു തന്നു. അങ്ങനെ 5000 രൂപ എനിക്ക് എടുത്ത് തന്ന് ഞാൻ ആ പൈസയും കൊണ്ടിട്ടാണ് ഗുരുവായൂരേക്ക് പോയത്. 5000 രൂപ നമുക്ക് തികച്ച് വേണ്ട കേട്ടോ ഗുരുവായൂർ പോയിട്ട് വരാൻ. 2 പേരാണുള്ളത്, കാറാണ്. കാറിൽ പെട്രോൾ അടിക്കുന്നത് നമ്മുടെ ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എൻ്റെ കയ്യിലുള്ള 400 രൂപയിൽ 100 രൂപ ഞാൻ ഇവിടെ നരസിംഹ ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി തുകയും കൊണ്ടിട്ടാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത്. അപ്പോൾ എനിക്കറിയായിരുന്നു, കാരണം അവിടെ സെയിലായതിന് ശേഷമാണ് ഫോട്ടോൻ്റെ പൈസ അവർ തരുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കെ അവിടെ എത്തി, അവരെ കണ്ടു. അവരെ കണ്ടപ്പോഴേക്ക് തന്നെ അവർ ഫോട്ടോ കണ്ട് എന്നോട് ചോദിച്ചു, പൈസ വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. പൈസ വേണമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് അവരതിന് 5000 രൂപ അവർ തന്നു കേട്ടോ. ആ സമയത്തൊക്കെ 2500 രൂപയ്ക്കായിരുന്നു ഞാനൊരു ഫോട്ടോ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് 2013, 14, 15 കാലഘട്ടങ്ങളിലുള്ള കഥയാട്ടോ പറയുന്നത്. അങ്ങനെ എല്ലാ ഫോട്ടോസും ഞാൻ എന്താ പറയുക സെയിലാക്കുന്ന സമയത്ത് ഒരു പൈസ കണ്ണനെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ എങ്ങനെയാണ് മാറ്റി വെക്കുക? ഞാൻ അപ്പുറത്തുനിന്ന് കടം മേടിച്ചിട്ട് വന്നതല്ലേ. അപ്പോൾ അത് തിരിച്ച് 5000 എനിക്ക് അവിടെ കൊടുക്കാനും ഉള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ കയ്യിൽ 300 രൂപ ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി കണ്ണന്, ഇതിനൊന്നും കൊടുക്കണ്ട എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ അങ്ങ് നടന്നു നീങ്ങി. അങ്ങനെ അവിടെ നടന്ന് നീങ്ങി ഞാനും എൻ്റെ ഭർത്താവും മോളും ഒക്കെ ഒരു സൈഡിലാണ് ചെരുപ്പ് അയച്ച് വെച്ചത്. അങ്ങനെ ഞങ്ങളത് പോയി ഭണ്ഡാരത്തിലൊക്കെ ഇട്ട് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ എന്താക്കി തിരിച്ച് ചെരുപ്പുള്ളടത്തേക്ക് വന്നു. ചെരുപ്പുള്ളടത്തേക്ക് വന്ന സമയത്ത് ഞങ്ങളുടെ ചെരുപ്പ് കാണുന്നില്ല. ഞങ്ങളുടേതല്ല കേട്ടോ, എൻ്റെ ഭർത്താവിൻ്റെ ചെരുപ്പ് കാണുന്നില്ല. അയ്യോ, ചെരുപ്പ് പോയല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ചെരുപ്പിടാതെ ഇപ്പം കോഴിക്കോട് തെറ്റോളം വരിക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഇരിക്കെ കാക്ക എന്താക്കി, ഈ പറഞ്ഞതുപോലെ അവിടുന്ന് ഒരു ചെരുപ്പ് മേടിച്ചു. അപ്പോഴും ഞാൻ അവിടുന്ന് 2 ഫോട്ടോ സെയിലായതിൻ്റെ ഒരു തുക പോലും ഞാൻ ഭണ്ഡാരത്തിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, 300 രൂപയല്ലേ, അതിട്ടാൽ മതി, ഇതിന് കൊടുക്കണ്ടല്ലോ, ഞാൻ കടം മേടിച്ചു പോകുന്നതാണ്, അതേപോലെ തിരിച്ചവിടെ എത്തിയിട്ട് കൊടുക്കേണ്ടതുമാണ്, അതുകൊണ്ട് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്കിവിടെ 500 രൂപ ചെരുപ്പിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെല്ലാം കൂടിയും നാട്ടിൽ തിരിച്ചെത്തി. ആൾ തന്ന പൈസ ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഒക്കെ ഫ്രീ ആയി. എന്തോ ഒരു ചില്ലറ പൈസ ഞങ്ങളുടെ കയ്യിൽ, അങ്ങോട്ട് പോകുമ്പം വാങ്ങിയതിൻ്റെ എന്തോ ചില്ലറ പൈസ ഞങ്ങളുടെ കയ്യിൽ. അങ്ങനെ പുതിയൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു ദിവസം ഇട്ട് 2ാമത്തെ ദിവസം ഈ പറഞ്ഞതുപോലെ കാക്ക ഇതേപോലെ അയച്ചിട്ടപ്പം ഇത് നായി കടിച്ചുകൊണ്ട് പോയി. അമ്പലത്തിൻ്റെ അടുത്തുള്ളത് ആരോ എടുത്തോണ്ട് പോയിക്കെങ്കിൽ വീട്ടിൽ കഴിച്ച് വെച്ചത് നായി പറിച്ചു കയറി. അപ്പം 100, 200 രൂപ ഞാൻ ഭണ്ഡാരത്തിൽ സമർപ്പിക്കേണ്ടതിന് പകരം
എനിക്ക് 500 രൂപ ചിലവായി. അപ്പോൾ എൻ്റെ കാക്കനെ കളിയാക്കി തുടങ്ങി. അവിടെ നിന്ന് നീ ആ പൈസ കൊടുക്കാനിട്ട് ഇവിടെ നിന്ന് നിനക്കുണ്ടാവുന്ന അനുഭവം കണ്ടോ എന്ന് ചോദിച്ച്. അങ്ങനെ എനിക്ക് മനസ്സമാധാനം വരാതെ നിന്നിട്ട് പിന്നീട് എന്നുവെച്ചാൽ അതിൻ്റെ 3-ാമത്തെ ദിവസം വീണ്ടും ഞാൻ കടം മേടിച്ചിട്ടാട്ടോ. അന്നൊന്നും ഞങ്ങളുടെ ഒന്നും കയ്യിൽ പൈസയേ ഇല്ല. ഉള്ളത് പോണം പറയുന്നതിന് എന്താ, ഇക്കാക്കക്ക് മര്യാദയ്ക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് മോളെ നോക്കണം, അതേപോലെ മോനെ നോക്കണം, എന്നെ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും ഇതേപോലെ പൈസ കടം വാങ്ങി ഗുരുവായൂർ ചെന്ന് 200 രൂപ ഭണ്ഡാരത്തിലിട്ട്. ഇനിയൊരു പരീക്ഷണത്തിന് നിൽക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇനിയൊരു പരീക്ഷണം കൂടി വന്ന് ഞാൻ പിന്നെയും പൈസ ചിലവ് എന്ന് പറയുന്നത് അത് ശരിയില്ലല്ലോ. അങ്ങനെ അതാണ് ഞങ്ങൾക്ക് ഗുരുവായൂർ നീട്ടിയ ആദ്യത്തെ അനുഭവം. പിന്നീട് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു അനുഭവങ്ങൾ കൊണ്ട് ഞാൻ എന്താ പറയുക ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്നവർക്കൊരു പക്ഷേ ചിരി വരുമായിരിക്കും. പക്ഷേ എന്നാലും നമുക്കൊക്കെ ഓരോരോ അനുഭവം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഒരു അനുഭവം പറയാച്ചാൽ അത് ഉൾക്കൊള്ളാൻ ചിലർക്ക് പറ്റിയില്ല. പക്ഷേ നമ്മളെ വിട്ടുപോയ ആൾക്കാർ അല്ലെ നമ്മളിൽ എന്താ പറയുക മുൻനിരയിൽ അല്ലെ, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, മുസ്ലിം മതസ്ഥർ റസൂലിനെ കാണുന്നത്, അല്ലേ ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ യേശുവിനെ കാണുന്നത്, അതേപോലെ ഹിന്ദുക്കൾ മറ്റേ ശ്രീകൃഷ്ണനെ കാണുന്നത്, ഇവർക്കൊക്കെ ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ ഇവർ പഠിപ്പിച്ചു കൊടുക്കും. മദ്രസയിലൊക്കെ പറയുന്നുണ്ട് അന്ന് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, മറ്റുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇവർ കഥകളിലൂടെയൊക്കെ പലർക്കും വന്ന അനുഭവങ്ങളും പലർക്കും വന്ന സ്വപ്ന സന്ദേശങ്ങളും പലർക്കും വന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് പഠിക്കാനായിട്ട് മദ്രസയിലും സ്കൂളിലും ഒക്കെ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്നാലോ നമുക്ക് റിയൽ ലൈഫിൽ അങ്ങനെ ഒരു അനുഭവം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കള്ളത്തരം പറയുന്ന പോലായി, നമ്മളില്ലാത്ത കഥ പറയുന്ന പോലായി, സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ നടക്കുന്ന പോലായി, അങ്ങനെ കുറേ പേര് നമുക്ക് വിൽക്കും അല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം പണ്ടുള്ള മഹത്തായ ആൾക്കാരോട് പലരും സംസാരിച്ചിരുന്നു, അല്ലെ പലരും പല ആത്മാക്കളോ അല്ലെ വേറെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുക, അല്ലെ അവർ സ്വപ്നത്തിൽ ഇങ്ങനെ ദർശനം കിട്ടിയെന്നോ കണ്ടുവെന്നോ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പനെ എല്ലാ ഫോട്ടോസിൽ നിന്നും ഞാനൊരു തുക മാറ്റി വെക്കാറുണ്ട്. ആ തുക മാറ്റി വെക്കാതിരുന്നപ്പം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ എനിക്കൊരു അനുഭവം, അത് നിങ്ങൾ പറയുമ്പം നിങ്ങളും അതും കളിയാക്കിക്കൊണ്ടേ എല്ലാവരും എടുക്കുള്ളൂ. പക്ഷേ വിശ്വാസിയായിട്ടുള്ളൊരു മനുഷ്യനെ ഒരിക്കലും കളിയാക്കൂല. കാരണം എല്ലാത്തിലും ഞാനൊരു പൈസ മാറ്റി വെച്ച് കടം മേടിച്ചതാണല്ലോ എന്ന് കരുതി ആ പൈസ മാറ്റി വെക്കാതിരുന്നപ്പോൾ അതിൻ്റെ ഇരട്ടി എനിക്ക് അവിടെ ചിലവായി. അതാണ് സത്യം. അതുകൊണ്ട് പിന്നീട് ഞാൻ അങ്ങനത്തെ എന്താ പറയുക പരീക്ഷണത്തിനൊന്നും ഇന്നേ വരെ നിന്നിട്ടില്ല. എനിക്ക് പേടിയുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് വെറും ഒരു ചിത്രമായിട്ട് എനിക്ക് കണക്കാക്കാം. പക്ഷേ മറ്റൊരാളുടെ കയ്യിലെത്തുമ്പോൾ അതൊരു ദൈവമാണ്, അവരുടെ എല്ലാമാണ്, അവരെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെ അവരെ സ്നേഹിക്കുന്ന, അങ്ങനെ കുറേ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വെറും ഒരു ഫോട്ടോ ആയിട്ട് കാണാൻ പറ്റും, പക്ഷെ അവരുടെ കയ്യിലെത്തുമ്പോൾ അങ്ങനെയല്ല വരിക. അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു ദൈവത്തെ നമ്മളും റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളവരെ കളിയാക്കിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അല്ല അവരെ കണ്ണു വെട്ടിച്ചിട്ടോ അല്ല ഒന്നും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ അതിങ്ങനെയായി മാറും എന്നുള്ള ഒരു ഉപദേശം അതെനിക്ക് തന്നെ കിട്ടി. എനിക്ക് തന്നെ കണ്ണൻ പറഞ്ഞു തന്നു. അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ കണ്ണൻ. അപ്പോൾ ഇതിട്ട് ആ കണ്ണനെ ഇതേപോലെയുള്ള കണ്ണനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിലൊന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കേ.